ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഇപ്പോൾ അത് എക്സാമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും അല്ലേ. അപ്പോൾ എപ്പോഴാണ് നമ്മളുടെ SSLCൻ്റെ റിസൾട്ട് വരുന്നത് എന്നറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെന്ന് പക്ഷേ അറിയാം. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ SSLCൻ്റെ റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത മെയ് 5 അല്ലെങ്കിൽ മെയ് 10 ഈ ഒരു ഡേറ്റിനുള്ളിൽ എൻ്റെ കുട്ടികൾക്ക് നമ്മളുടെ SSLC റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല എൻ്റെ കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ഏറ്റവും നല്ല മാർക്സ് തന്നെ കിട്ടും. അപ്പോൾ നമ്മളുടെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു അല്ലേ, ഫുൾ A+ വാങ്ങിക്കുക എന്നുള്ളത്. അപ്പോൾ അത് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും കിട്ടും. അപ്പോൾ ആ ഒരു പോസിറ്റീവ് തോട്ടോടു കൂടി തന്നെ ഇരിക്കുക, അങ്ങനെ തന്നെ സംഭവിക്കും. ആൻഡ് നെക്സ്റ്റ് ഇയർ ആണെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാവരും +1 ഒക്കെ എത്തി. +1 നിങ്ങളിപ്പം SSLCയിൽ നല്ല രീതിക്ക് തുടക്കം മുതലേ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും. നമ്മളുടെ ലാസ്റ്റ് സമയമാകുമ്പോൾ നിങ്ങൾ ടെൻഷനൊന്നും ഇല്ലാതെ റിലാക്സ്ഡ് ആയിട്ടായിരിക്കും റിവിഷനൊക്കെ ചെയ്തത്, നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാവും. ഇതേ രീതിയിൽ എൻ്റെ മക്കൾ +1 പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്കൊക്കെ വാങ്ങിക്കാൻ പറ്റും, അതിലൊരു സംശയവുമില്ല. പക്ഷേ നമ്മൾ ഉഴപ്പാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നേരെ ഉൾട്ടയാവും. അപ്പോൾ എന്ത് ചെയ്യുക, തുടക്കം മുതൽ തന്നെ പ്രത്യേകിച്ച് +1 എന്ന് പറയുമ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സിൻ്റെ എണ്ണമൊന്നും കുറവൊന്നുമല്ല, കുറച്ചധികം ചാപ്റ്റേഴ്സ് ഉണ്ട്, കുറച്ച് ഡെപ്തിൽ പഠിക്കാനും ഉണ്ട്. അപ്പോൾ അത് തുടക്കം മുതൽ തന്നെ പഠിക്കുകയാണെങ്കിൽ, നല്ല രീതിക്ക് തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് തന്നെ വാങ്ങിച്ചെടുക്കാൻ പറ്റും. നിങ്ങളെക്കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ SSLCയിൽ നിങ്ങൾ എങ്ങനെയാണോ നല്ല രീതിയിൽ പഠിച്ചത് അതേ രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്നേ ഉള്ളൂ. കുറേ മക്കൾക്ക് പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ SSLCയിലൊക്കെ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും, പക്ഷേ +1 ആകുമ്പോഴേക്കും മതി, ഞാൻ ചിലപ്പോൾ ഇത്രയും പഠിച്ചിട്ട് എനിക്ക് ഇത്രയും നല്ല മാർക്സ് കിട്ടിയില്ലേ, +1 അത്ര പഠിക്കണ്ട എന്നൊക്കെ നമുക്കൊരു ചിന്ത വരും. പക്ഷെ അങ്ങനെ ഒന്നും ആവാതെ എൻ്റെ മക്കൾ നല്ല രീതിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ എൻ്റെ കുട്ടിക്ക് വാങ്ങിക്കാൻ പറ്റും. ഇനി എക്സാം എന്നാണ്ട് കൂടെ നിങ്ങൾക്ക് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് തന്നെ എൻ്റെ കുട്ടിയൊക്കെ ഉണ്ടാവട്ടെ.